പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവില് ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ വചനം കേൾക്കുന്ന ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് ഈ പ്രാർത്ഥന കേട്ടാലും കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ശരീരത്തിലേക്കും ഭവനങ്ങളിലേക്കും നിയോഗങ്ങളിലേക്കും കർത്താവ് കടന്നു വരികയും ഇന്ന് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങളുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഏത് പീഡയാണെങ്കിലും ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന ഒരു വലിയ അഭിഷേകമായി മാറും എന്ന് എനിക്ക് ഉറപ്പാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേല് കർത്താവിന്റെ കരങ്ങൾ സ്പർശിക്കുക. വിട്ടുമാറാത്ത രോഗങ്ങള്, പ്രത്യേകിച്ച് കൈക്കുഞ്ഞുങ്ങളുടെ ശ്വാസം മുട്ടല്, പ്രത്യേകിച്ച് ബാത്റൂമിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. എന്നിട്ട് അമ്മമാര് വന്ന് പറഞ്ഞത്, അച്ഛൻ ഞങ്ങളുടെ കുഞ്ഞിന് ബാത്റൂമിൽ പോകണമെങ്കിൽ മരുന്ന് കൊടുക്കണം. അങ്ങനെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, അനേകം പേർക്ക് ഇത്തരത്തിലുള്ള ബന്ധനമുണ്ട്. ആ ബന്ധനങ്ങള് ഇന്ന് യേശുനാമത്തില് അകന്നു പോകുന്ന ദിവസമാണ്. പറമ്പിന്റെ കച്ചവടം കർത്താവ് യേശുവിന്റെ നാമത്തില് അതിന്റെ മേലുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുമാറട്ടെ. ഭവനം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ തടസ്സങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ജോലിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ മേലുള്ള തടസ്സങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ഒരു മോൾ എന്നെ വിളിച്ചു പറഞ്ഞത്, അച്ഛാ എനിക്കൊരു ജോലി തടസ്സം, എന്റെ കല്യാണ തടസ്സം, ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് ഉയരാൻ പറ്റാത്ത അവസ്ഥ. അത്തരത്തിലുള്ള എല്ലാ പെൺകുട്ടികളുടെയും ബന്ധനങ്ങള് കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ചില ആമക്കൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടിപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവർക്ക് സ്വന്തം വീട്ടിൽ അംഗീകാരമില്ല, അവിടെ ജോലി എടുത്തിട്ടും അവർക്ക് ഒരു സ്നേഹം കിട്ടുന്നില്ല, കല്യാണം നടക്കുന്നില്ല. അത്തരത്തിലുള്ള ആൺകുട്ടികളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങള്, അവരുടെ ഒറ്റപ്പെടലുകൾ, അവരുടെ ആത്മഹത്യ ചിന്തകള്, അവരുടെ മേലുള്ള എല്ലാ നിരാശകളും ആകുലതകളും യേശുനാമത്തില് വിട്ടുമാറട്ടെ. ഒരു വിസയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഞാനിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദേവാലയത്തിൽ ഇരുന്ന് യേശുവിന്റെ മുമ്പില്, പരിശുദ്ധ മറിയത്തിന്റെ മുമ്പില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മകൻ വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അതിന്റെ ഫലമായിട്ട് ഇസ്രയേലിലേക്ക് പോകാനുള്ള എന്റെ വിസ ശരിയായി അച്ഛാ. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വിദേശത്തേക്ക് പോവുകയാണ് അച്ഛാ. പ്രിയപ്പെട്ട മക്കളെ, ഇതേപോലെ നിരവധിയായ അനുഗ്രഹങ്ങള് കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് വിസയുടെ തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ഒരു മകൻ എന്നോട് വന്ന് പറഞ്ഞ, അച്ഛാ കാനഡയിൽ പോകാനായിട്ട് ഞങ്ങളെ പണം കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അച്ഛാ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതേപോലെ വളരെ കൺഫ്യൂഷൻ, സംശയങ്ങളോടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന മക്കളുടെ മേലുള്ള, അത് ജോലിക്കാര്യത്തിലായാലും വിസയുടെ കാര്യത്തിലായാലും കല്യാണ കാര്യത്തിലായാലും വീടിന്റെ കാര്യത്തിലായാലും സംശയങ്ങൾ മൂലം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച്, കാരണം മറ്റു പല കാര്യങ്ങളില് പരാജയപ്പെട്ടു പോയതാ. പച്ചവെള്ളം കണ്ടാലും പൂച്ച പേടിക്കുന്നത് പോലെ ഇപ്പൊ എന്ത് ചെയ്താലും പേടിക്കുന്ന മക്കളുണ്ട്. കർത്താവേ, അത്തരത്തിലുള്ളവരുടെ മേലുള്ള ബന്ധനങ്ങൾ ഇന്ന് അകന്നു പോകട്ടെ. ഇന്ന് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വചനം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തനം 3-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന തിരുവചനമാണ്. അത് അപ്പോസ്തല പ്രവർത്തനത്തില് പത്രോസും യാക്കോബും സുന്ദര കവാടത്തിലെത്തുമ്പോൾ ജന്മന മുടന്തനായ ഒരു മനുഷ്യനെ കണ്ട് അവന്റെ ജീവിതത്തിലെ നിരാശ മാറാൻ, അവന്റെ ജീവിതത്തിലെ ബന്ധനം മാറാൻ, അവന്റെ ജീവിതത്തിലെ കെട്ടുകൾ മാറാൻ, മുടന്ത് മാറാൻ, അവന് ഒരു പുതിയ ജീവിതമുണ്ടാകാൻ കർത്താവിന്റെ നാമത്തില് പത്രോസ് ചെയ്യുന്ന വലിയൊരു അഭിഷേകമുള്ള വാക്കുകളാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രയനായ
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അതിശക്തമായ വചനമാണ് ദൈവത്തിന്റെ വചനം. വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ്. വചനം കർത്താവാണ്. അത് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. യേശുക്രിസ്തുവിന്റെ നാമത്തില് നിങ്ങൾക്ക് ഡെലിവറൻസ് നടക്കട്ടെ. യേശുവിന്റെ നാമത്തില് നിങ്ങളുടെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തില് നിങ്ങളുടെ അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാ ബന്ധനങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തില്, പരിശുദ്ധാത്മാവിന്റെ നാമത്തില് സകല ദുഷ്ടാരൂപങ്ങളിൽ നിന്നും, സകല തടസ്സങ്ങളിൽ നിന്നും, സകല പാപബന്ധനങ്ങളിൽ നിന്ന്, സകല ശാപബന്ധനങ്ങളിൽ നിന്ന്, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ കുരിശിനാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ. പ്രിയപ്പെട്ട ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും രക്ഷയ്ക്കായി ഈ പ്രാർത്ഥന തീരട്ടെ. ഈ മക്കളുടെ നിലവിളികളും സങ്കടങ്ങളും നെടുവീർപ്പുകളും ദയാപൂർവ്വം ശ്രവിക്കണമേ. അങ്ങയുടെ തിരുമുമ്പാകെ ഈ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. ഈ മക്കളുടെ മേല് പരിശുദ്ധാത്മാവിനെ, ജീവദായകനായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ മക്കളെ ശക്തിപ്പെടുത്തുകയും പവിത്രീകരിക്കുകയും അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും തിന്മകളെയും രോഗങ്ങളെയും ആകുലതകളെയും അസ്വസ്ഥതകളെയും ബന്ധിക്കുകയും ശാസിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ വീട്, നിയോഗങ്ങള്, ശരീരങ്ങള്, രോഗപീഠകള്, ആ മേഖലകളിലെല്ലാം അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളും വസ്തുക്കളും സ്ഥലങ്ങളും ഭവനങ്ങളും ദുഷ്ടാരൂപിയുടെ ദ്രോഹങ്ങളിൽ നിന്ന് മോചിക്കപ്പെടട്ടെ. ദുഷ്ടതയുടെ അരൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതി വിരുദ്ധ ശക്തികളോ അവിടെ ഉണ്ടാകാതിരിക്കട്ടെ. ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ ബന്ധിക്കുന്നു. ചാവുദോഷങ്ങളെ, പാപദോഷങ്ങളെ ബന്ധിക്കുന്നു. എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെ ശാസിക്കുന്നു. ഈ മക്കളുടെ സുഖത്തിനും ശാന്തിക്കും ദോഷം വരുത്തുന്ന എല്ലാ പൈശാചിക രൂപികളെയും, നാശകരമായ ജീവികളെയും, പ്രകൃതി വിരുദ്ധ ശക്തികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പുറത്താക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. ബാധകള്, തിന്മകള്, രോഗങ്ങള് ഒഴിഞ്ഞു പോകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, കുനമാവ് കൺവെൻഷനില് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉണ്ടായ ജനക്കൂട്ടം മുഴുവൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയ അങ്കണത്തില് ഡിസംബർ മാസത്തിലെ ധ്യാനം ആദ്യ ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്നു. എന്റെ കൂട്ടുകാരൻ രാജൻ ഫൗസ്തോ അച്ഛനാണ് ആ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങളെ റോമില് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത വൈദികരാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇപ്രാവശ്യത്തെ ധ്യാനം എന്റെ കൂട്ടുകാരൻ അച്ഛനാണ് നേതൃത്വം കൊടുക്കുന്നത്. ആ അച്ഛനോടൊപ്പം മറ്റ് 5 അച്ഛന്മാരുണ്ടാകും. ഞാൻ നിങ്ങളെ ആ 3 ദിവസത്തെ പിശാച് ബഹിഷ്കരണ ശുശ്രൂഷയിലേക്ക് വയനാട്ടിലെ പള്ളിക്കുന്ന് ലൂർദ് മാതാവിന്റെ അത്ഭുത ധ്യാന കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ജനുവരിയിലും ഫെബ്രുവരിയിലും ധ്യാനങ്ങളില്ല. കാരണം വലിയ പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ നിമിഷങ്ങളാണ്. ഈ ദേവാലയവും പരിസരവും എല്ലാം ഫെബ്രുവരി മാസത്തെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാവിധ കാര്യങ്ങള് ക്രമപ്പെടുത്താനുള്ളത് കൊണ്ടാണ് ജനുവരിയിലും ഫെബ്രുവരിയിലും ധ്യാനമില്ലാത്തത്. എന്നാൽ മാർച്ച് മാസത്തില് നോമ്പ് കാലമാണ്, വലിയ നോമ്പിന്റെ കാലം. ആദ്യ ഞായറാഴ്ച എന്റെ നേതൃത്വത്തിലാണ് ആ ശുശ്രൂഷ 3 ദിവസം വയനാട് പള്ളിക്കുന്ന് ലൂർദ് മാതാവിന്റെ പള്ളിയിൽ ഉണ്ടാകുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ ഡിസംബർ മാസത്തിലെ ധ്യാനത്തിനും മാർച്ച് മാസത്തിലെ ധ്യാനത്തിനും നിങ്ങൾ പേരുകള് കൊടുക്കണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. അച്ഛന്റെ 27, 28, 29, 30 തീയതികളിലെ പൊടിമറ്റം കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം വിശുദ്ധ ഫൗസ്തീനയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന്, എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ നൽകട്ടെ.
പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.